സിനിമാ നടൻ ശ്രീനിവാസിൻ്റെ ദൈവവിശ്വാസം. ഇന്ന് 2025 ഡിസംബർ 22 തിങ്കളാഴ്ച. ചിന്തകൾ യാഥാർത്ഥ്യങ്ങൾ നമ്പർ 2597 ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകുമാറാട്ടെ. എനിക്ക് സിനിമയുമായിട്ട് ഒരു ബന്ധവുമില്ല. സിനിമാ നടന്മാരെക്കുറിച്ച് ഒട്ടും ധാരണയില്ല. ബാർബറാം ബാലൻ എന്ന നടൻ ശ്രീനിവാസിൻ്റെ അഭിനയം മൊബൈലിൽ കണ്ട പരിചയം മാത്രമേ എനിക്കുള്ളൂ. പരിമിതികൾക്കുള്ളിൽ ആരോടും പരിഭവമില്ലാതെ ലളിത ജീവിതം നയിച്ച ബാർബറായ ബാലൻ എന്ന കഥാപാത്രം പലപ്പോഴും എനിക്ക് എൻ്റെ ജീവിതവുമായി തുലനം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അത്ര നല്ല കഥാതന്തുവാണ് ആ വിഷയം. ഈ ശ്രീനിവാസൻ മരിച്ചു. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ കുറേയേറെ കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് വെളുപ്പിന് എൻ്റെ ശ്രദ്ധയിൽ വന്ന ഒരു വീഡിയോയിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയും ഇരിക്കുന്ന ഒരു വീട്ടിൽ ശ്രീനിവാസനുമായി നടക്കുന്ന ഒരു സ്നേഹ സംഭാഷണത്തിൽ ശ്രീനിവാസൻ തൻ്റെ ദൈവവിശ്വാസത്തെക്കുറിച്ച് പറയുന്ന വീഡിയോയാണ് ഞാൻ കണ്ടത്. അതിൽ ശ്രീനിവാസൻ പറയുന്നത് താൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജയിച്ചാൽ ഞാൻ ഗുരുവായൂർ വന്ന് പ്രാർത്ഥിച്ച് നന്ദി പറഞ്ഞോളാം എന്ന് പറഞ്ഞു അത്രേ. നേർച്ച. തൻ്റെ റിസൾട്ട് വന്നു, താൻ ജയിച്ചു. പക്ഷേ നന്ദി പറയാൻ ഗുരുവായൂരിൽ പോയില്ല. 2 വർഷം കഴിഞ്ഞപ്പോൾ പ്രീ ഡിഗ്രിയുടെ പരീക്ഷ വന്നു. അപ്പോൾ ശ്രീനിവാസൻ കുറ്റബോധത്തോടെ ഗുരുവായൂരപ്പനോട് ക്ഷമ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ഇത്തവണ ജയിച്ചാൽ ഉറപ്പായി ഞാൻ ഗുരുവായൂർ പോകും, പ്രായശ്ചിത്തം ചെയ്യും എന്ന് തീരുമാനം എടുത്തു. ആ പ്രാവശ്യവും ശ്രീനിവാസൻ ഗുരുവായൂരപ്പനെ പറ്റിച്ചു. ഡിഗ്രിയും പാസ്സായപ്പോഴാണ് ഇത് തൻ്റെ പഠിപ്പ് കൊണ്ടും അധ്വാന ഫലം കൊണ്ടുമാണല്ലോ ജയിച്ചത്. പ്രാർത്ഥിക്കാതെ ഡിഗ്രി ജയിക്കാൻ കഴിഞ്ഞെങ്കിൽ പ്രാർത്ഥിക്കാതെയും ദൈവത്തെ വിളിക്കാതെയും ലഭിച്ച ഈ ജയവും താൻ നന്നായി പഠിച്ചതുകൊണ്ടാണ് എന്ന ബോധ്യവും തനിക്കുണ്ടായപ്പോൾ പിന്നെ താൻ നിരീശ്വര വിശ്വാസത്തിലേക്ക് വന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ താനൊരു പ്രപഞ്ചശക്തിയോ മറ്റ് എന്തോ ആയാലും ഒരു ദൈവമുണ്ട് എന്ന് ധരിക്കാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു. ഈ വീഡിയോയിൽ ശ്രീനിവാസൻ പറഞ്ഞ ഒരു കാര്യം, അങ്ങനെ ഒരു ദൈവമുണ്ടെങ്കിൽ ഞാൻ എന്തിനാ ദൈവത്തിൽ നിന്നുള്ള എനിക്കുള്ള അവകാശങ്ങൾ ഞാൻ കളയണം എന്നാണ്. അതേ പ്രിയമുള്ളവർ, ഈ കാര്യം നാം ശ്രദ്ധിക്കണം. ദൈവത്തിൽ നിന്നും വല്ലതും കിട്ടണമെങ്കിൽ ദൈവത്തെ വിളിക്കാം എന്ന ആ ചിന്തയും ശരിയല്ല എന്നാണ് എൻ്റെ എളിയ ചിന്ത. മേലുകാവിൻ്റെ അഭിമാനമായ നടൻ ശ്രീനിവാസനോട് നമുക്കൊന്നും ചോദിക്കാനും പറയാനും പറ്റില്ലല്ലോ. അദ്ദേഹം മരിച്ചുപോയി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു ദൈവവിശ്വാസിയാണ്, ബൈബിൾ വിശ്വസിക്കുന്നവനുമാണ്. അതുകൊണ്ട് പറയട്ടെ, ദൈവം മനുഷ്യന് കൊടുത്ത അതീവ ഗൗരവമുള്ള ഒരു കാര്യം എബ്രായ ലേഖനം 9:27-28 വാക്യങ്ങളിലുണ്ട്. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കയാൽ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. തനിക്കായി കാത്തു നിൽക്കുന്ന രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ 2ാമത് പ്രത്യക്ഷനാകും എന്നാണ് ആ സത്യം. നടൻ ശ്രീനിവാസൻ നമുക്ക് മുൻപായി മരിച്ചു, മൺമറഞ്ഞു. ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ശ്രീനിവാസൻ ഇപ്പോൾ ന്യായവിധി കാത്തിരിക്കുകയാകും. ഇനിയുള്ള ചോദ്യം ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന നിങ്ങളോടാണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ ദേവന്മാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നടൻ ശ്രീനിവാസനെ പോലെ വല്ല നന്മയും കിട്ടുമെങ്കിൽ പോരട്ടെ എന്ന ചിന്തയാണോ? ഒരിക്കൽ മരണമുറപ്പല്ലേ? അങ്ങനെയെങ്കിൽ ന്യായവിധിയും ഉറപ്പ്. ഭൂമിയിൽ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്കെന്ത് ലാഭം? ഇന്ന് രാവിലെ നടൻ ശ്രീനിവാസനെ പോലെ 1-2 ആളുകളെ ഞാൻ നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് പരിചയപ്പെടുത്താം. ഒന്നാമൻ, ലൂക്കോസ് എഴുതിയ സുവിശേഷം 12:16 മുതൽ വായിക്കുമ്പോൾ കാണാം. ധനവായനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു? എൻ്റെ വിളവ് കൂട്ടിവയ്പ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാൻ ഇത് ചെയ്യും. എൻ്റെ കളപ്പുഴകളെ പൊളിച്ചധികം വലിയവ പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവയ്ക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. ദൈവമോ, മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നതിൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഭൂമിയിൽ പലതും നേടി, ദൈവത്തിൽ നിന്നും കിട്ടുന്ന എല്ലാം നേടി. പക്ഷേ കർത്താവ് പറഞ്ഞു, നീ ദൈവവിഷയമായി സമ്പന്നനായില്ല. ചുരുക്കി പറഞ്ഞാൽ സ്വർഗത്തിന് അവകാശിയായില്ല എന്നർത്ഥം. അതുപോലെ തന്നെയുള്ള 2ാമത്തെ ആളെക്കുറിച്ച് ലൂക്കോസ് തന്നെ 18:18 മുതൽ ഉള്ള വാക്യത്തിൽ പറയുന്നുണ്ട്. ഒരു പ്രമാണി അവനോട്, നല്ല ഗുരു, ഞാൻ നിത്യജീവൻ അവകാശമാക്കേണ്ടതിന് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. അതിന് യേശു, എന്നെ നല്ലവൻ എന്ന് പറയുന്നത് എന്ത്?
ദൈവം ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നീ കൽപ്പനകളെ നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു. ഇവയൊക്കെയും ഞാൻ ചെറുപ്പം മുതൽ കാത്തുകൊണ്ടിരിക്കുന്നു എന്ന് അവൻ പറഞ്ഞത് കേട്ടിട്ട് യേശു, ഇനി ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിരുദ്ധന്മാർക്ക് പകുത്തു കൊടുക്കുക. എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അവൻ എത്രയും ധനവാനാകൊണ്ട് ഇത് കേട്ടിട്ട് അതിദുഃഖിതനായി തീർന്നു. യേശു അവനെ കണ്ടിട്ട്, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ കടക്കുന്ന എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്ന എളുപ്പം എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ലോകത്തിൽ നിസ്സാരമായി ചിന്തിക്കാൻ എല്ലാവർക്കും കഴിയും. പക്ഷേ സത്യത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ചും സ്വർഗരാജ്യത്തെക്കുറിച്ചും ചിന്തിക്കാൻ ആർക്കും കഴിയുന്നില്ല. തന്മൂലം ഈ കൃഷിക്കാരനും ഒരു പ്രമാണിയും യേശു ക്രിസ്തുവിനെ അറിയുന്നവനും പരിചയമുള്ളവനുമായി മരിച്ചു. സ്വർഗത്തിൽ പോയതുമില്ല. നടൻ ശ്രീനിവാസൻ്റെ യുക്തിയും അറിവുമായി ഇന്നും ഇവിടെ കോടാനുകൂടി ആളുകളുണ്ട്. ആ അറിവ് നമ്മെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുകയില്ല എന്ന് ലേഖനം വഴി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു എന്ന് നിങ്ങളുടെ സഹോദരൻ ഷിബു കൊടുങ്ങല്ലൂർ. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9605558108 1. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ. ആമേൻ.